നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. 2 ശമൂവേൽ പുസ്തകത്തിലൂടെയുള്ള നമ്മുടെ ബൈബിൾ വായന ഇന്ന് തുടരുമ്പോൾ ദാവീദിൻ്റെ രാജ്യം അതിൻ്റെ ഉന്നതിയിലെത്തിയിരിക്കുന്ന ഭാഗത്തേക്കാണ് നാം എത്തിച്ചേരുന്നത്. ഇന്നത്തെ നമ്മുടെ വായനാ ഭാഗം 2 ശമൂവേൽ 8, 9, 1 ദിനവൃത്താന്തം 18 അധ്യായങ്ങളാണ്. ദാവീദിൻ്റെ സൈനിക വിജയങ്ങളും അവൻ്റെ രാജ്യസ്ഥാപനവും വിവരിക്കുന്ന സമാന്തര ഭാഗങ്ങളാണ് 2 ശമൂവേൽ 8, 1 ദിനവൃത്താന്തം 18. എന്നാൽ ഈ വിജയങ്ങളുടെ നടുവിൽ 2 ശമൂവേൽ 9 പെട്ടെന്ന് രംഗം മാറ്റുന്നു. യുദ്ധക്കളത്തിൽ നിന്ന് നാം രാജകൊട്ടാരത്തിലെ വിരുന്നുമുറിയിലേക്കാണ് പ്രവേശിക്കുന്നത്. പരാജയപ്പെട്ട ഒരു ശത്രുവിനെ അല്ല, മറിച്ച് മെഫിബോശേത്ത് എന്ന മുടന്തനായ ഒരു മനുഷ്യനെയാണ് അവിടെ നാം കണ്ടുമുട്ടുന്നത്. ഇത് യാദൃച്ഛികമല്ല. ദൈവരാജ്യം ശക്തി കൊണ്ട് മാത്രമല്ല, കൃപ കൊണ്ടും പണിയപ്പെടുന്നതാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ആദ്യമായി 2 ശമൂവേൽ 8, 1 ദിനവൃത്താന്തം 18 അധ്യായങ്ങൾ നമുക്ക് നോക്കാം. ഈ അധ്യായങ്ങൾ ദാവീദ് ചുറ്റുമുള്ള ജാതികളായ ഫെലിസ്ത്യർ, മോവാബ്യർ, അരാമ്യർ, ഏദോമ്യർ, അമ്മോന്യർ എന്നിവരിന്മേൽ നേടിയ വിജയങ്ങളെ വിവരിക്കുന്നു. ഒരു കാലത്ത് ഇസ്രായേലിന് ഭീഷണിയായിരുന്ന എല്ലാ ശത്രുക്കളും ദാവീദിൻ്റെ ആധിപത്യത്തിന് കീഴിലായി. ഈ ഭാഗങ്ങളിൽ ആവർത്തിച്ച് കാണുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്: യഹോവ ദാവീദ് പോയിടത്തൊക്കെയും അവന് ജയം നൽകി. ദാവീദ് യുദ്ധം ചെയ്തുവെങ്കിലും തിരുവെഴുത്ത് ഒരിക്കലും മഹത്വം ദാവീദിന് നൽകുന്നില്ല. എല്ലാ വിജയത്തിൻ്റെയും മഹത്വം ദൈവത്തിനായിരുന്നു. യുദ്ധത്തിൽ ലഭിച്ച വെള്ളിയും പൊന്നും താമ്രവും ദാവീദ് സ്വന്തം സ്വത്തായി സൂക്ഷിച്ചില്ല. അവയെ യഹോവയ്ക്കായി സമർപ്പിച്ചു. തനിക്കുള്ളതെല്ലാം ആത്യന്തികമായി ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അധ്യായത്തിൻ്റെ അവസാനത്തിൽ ദാവീദിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ചും വായിക്കുന്നു. നീതിയും ന്യായവും അവൻ്റെ രാജ്യത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു. വിശ്വസ്തരായ ശുശ്രൂഷകരാൽ ചുറ്റപ്പെട്ട ദാവീദ് ജ്ഞാനപൂർവ്വം രാജ്യം ഭരിച്ചു. തുടർന്ന് 9-ാം അധ്യായത്തിൽ രംഗം പൂർണ്ണമായി മാറുന്നു. ദാവീദ് ചോദിക്കുന്നു, യോനാഥാൻ്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ വീട്ടിൽ ഇനി ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ? ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ പതിവനുസരിച്ച് ശൗലിൻ്റെ ശേഷിച്ച കുടുംബാംഗങ്ങളെ ദാവീദ് ഇല്ലാതാക്കുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. എന്നാൽ ദാവീദ് അനുഗ്രഹിക്കുവാൻ ഒരാളെ അന്വേഷിച്ചു. അങ്ങനെ അവർ യോനാഥാൻ്റെ മകനായ മെഫിബോശേത്തിനെ കണ്ടെത്തി. ബാല്യകാലം മുതൽ മുടന്തനായിരുന്ന അവൻ ഒറ്റപ്പെടലിൻ്റെയും പ്രത്യാശയില്ലായ്മയുടെയും പ്രതീകമായ ലോദെബാർ എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ദാവീദ് ശൗലിൻ്റെ എല്ലാ ഭൂസ്വത്തുക്കളും അവന് തിരികെ നൽകി. മാത്രമല്ല, രാജാവിൻ്റെ പുത്രന്മാരിൽ ഒരാളെപ്പോലെ രാജാവിൻ്റെ മേശയിൽ നിത്യം ഭക്ഷണം കഴിക്കുവാൻ അവനെ ക്ഷണിക്കുകയും ചെയ്തു. എത്ര മനോഹരമായ ഒരു ദൃശ്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ അധ്യായങ്ങൾ ദാവീദിനേക്കാൾ മഹാനായ യേശുക്രിസ്തുവിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത്. ദാവീദിൻ്റെ വിജയങ്ങൾ പാപത്തിന്മേലും സാത്താന്മേലും മരണത്തിന്മേലും നരകത്തിന്മേലും ക്രിസ്തു നേടിയ സമ്പൂർണ്ണ വിജയത്തെ ഓർമ്മിപ്പിക്കുന്നു. ദാവീദ് തൻ്റെ എല്ലാ ശത്രുക്കളെയും കീഴടക്കിയതുപോലെ യേശുക്രിസ്തു തൻ്റെ ക്രൂശു മരണത്തിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും എല്ലാ ആത്മീയ ശത്രുക്കളെയും ജയിച്ചു. യഹോവ ദാവീദ് പോയിടത്തൊക്കെയും അവന് ജയം നൽകി എന്ന് ആവർത്തിക്കുന്ന വാക്യം യഥാർത്ഥ ആത്മീയ വിജയം മനുഷ്യശക്തിയാൽ അല്ല, ദൈവ സാന്നിധ്യത്താലാണെന്ന് വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. ദാവീദ് ദൈവത്തിന് സമർപ്പിച്ച യുദ്ധസമ്പത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ വിജയങ്ങളും കഴിവുകളും സമ്പത്തും നേട്ടങ്ങളും എല്ലാം ആരാധനയിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടവയാണെന്നാണ്. എന്നാൽ ഈ ഭാഗത്തിലെ ഏറ്റവും മനോഹരമായ ചിത്രം മെഫിബോശേത്താണ്. ആത്മീയമായി മെഫിബോശേത്ത് ഓരോ പാപിയുടെയും പ്രതീകമാണ്. അവൻ മുടന്തനായിരുന്നു, സ്വയം സഹായിക്കാൻ കഴിയാത്തവൻ. ശൂന്യതയുടെയും വന്ധ്യതയുടെയും പ്രതീകമായ ലോദെബാറിലായിരുന്നു അവൻ്റെ വാസം. അവൻ ന്യായവിധിയാണ് പ്രതീക്ഷിച്ചത്, എന്നാൽ കരുണയാണ് ലഭിച്ചത്. ഭയത്തോടെ രാജാവിൻ്റെ മുമ്പിൽ വന്നെങ്കിലും കൃപയാണ് കണ്ടെത്തിയത്. മറ്റൊരാളുടെ പരാജയം മൂലം എല്ലാം നഷ്ടപ്പെട്ടവനായിരുന്നെങ്കിലും യോനാഥാനും ദാവീദും തമ്മിലുള്ള ഉടമ്പടി നിമിത്തം എല്ലാം അവന് തിരികെ ലഭിച്ചു. ഇത് നമ്മുടെ ജീവിതകഥയല്ലേ? ആദാമിൻ്റെ വീഴ്ച നിമിത്തം നാം ആത്മീയമായി നിസ്സഹായരായി, ന്യായവിധി അർഹിച്ചവരായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മെ തൻ്റെ കുടുംബത്തിലേക്ക് സ്വീകരിച്ചു. മെഫിബോശേത്തിനെ പോലെ നാം ദൈവഭവനത്തിലെ സന്ദർശകർ മാത്രമല്ല,
രാജാവിൻ്റെ മേശയിൽ നിത്യം ഇരിക്കുവാൻ ക്ഷണിക്കപ്പെട്ട മക്കളാണ്. കൃപ നമ്മെ ക്ഷമിക്കുക മാത്രമല്ല, നമ്മെ പുനഃസ്ഥാപിക്കുന്നു, നമ്മെ ദത്തെടുക്കുന്നു. കൃപ നമുക്ക് അവകാശം നൽകുന്നു. കൃപ ദൈവകുടുംബത്തിൽ സ്ഥിരമായ ഒരു സ്ഥാനം നമുക്ക് നൽകുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഒന്നാമതായി, എല്ലാ വിജയവും ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നാണ്. ദാവീദ് ഒരിക്കലും തൻ്റെ മഹത്വം അവകാശപ്പെട്ടില്ല. നമ്മുടെ ശുശ്രൂഷയിലോ കുടുംബത്തിലോ ജോലിയിലോ സഭയിലോ ദൈവം അനുഗ്രഹം നൽകുമ്പോൾ ആ വിജയം എവിടെ നിന്നാണ് വന്നതെന്ന് നാം എപ്പോഴും ഓർക്കണം. വിനയം അനുഗ്രഹത്തെ സംരക്ഷിക്കുന്നു, അഹങ്കാരം അതിനെ നശിപ്പിക്കുന്നു. രണ്ടാമതായി, വിജയം കരുണയെ ഇല്ലാതാക്കരുത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പാഠം. വലിയ സൈനിക വിജയങ്ങൾക്ക് തൊട്ടു പിന്നാലെ ദാവീദ് യോനാഥാൻ്റെ കുടുംബത്തെ ഓർത്തു. വിജയം ലഭിച്ച ശേഷം പലരും വേദനിക്കുന്നവരെ കാണാതെ പോകുന്നു. എന്നാൽ ദൈവമക്കൾക്ക് അനുഗ്രഹം വർദ്ധിക്കും തോറും കരുണയും വർദ്ധിക്കണം. വിജയിക്കുന്ന ഒരു ക്രിസ്ത്യാനി കരുണയുള്ള ക്രിസ്ത്യാനിയും ആയിരിക്കണം. മൂന്നാമതായിട്ട്, തകർന്ന ജീവിതങ്ങളെ പുനഃസ്ഥാപിക്കുന്നവനാണ് ദൈവം. മെഫിബോശേത്ത് തൻ്റെ ജീവിതം അവസാനിച്ചുവെന്ന് കരുതി. എന്നാൽ രാജാവിൻ്റെ ഒരു ക്ഷണം അവൻ്റെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിച്ചു. ഇന്നും അനേക വിശ്വാസികൾ തങ്ങൾ മറക്കപ്പെട്ടവരോ നിരസിക്കപ്പെട്ടവരോ ആത്മീയമായി തകർന്നവരോ ആണെന്ന് കരുതുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപ ഇന്നും ജീവിതത്തിലെ മറക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അവൻ്റെ പുനഃസ്ഥാപന ശക്തിക്ക് അതീതമായി ആരുമില്ല. നാലാമതായി, രാജാവിൻ്റെ മേശയിലെ മക്കളായി ജീവിക്കുക എന്നുള്ള ഒരു പാഠം കൂടെ നമുക്ക് ലഭിക്കുന്നു. മെഫിബോശേത്ത് ശാരീരികമായി മുടന്തനായി തുടർന്നെങ്കിലും രാജാവിൻ്റെ മേശയിൽ ഇരിക്കുമ്പോഴെല്ലാം അവൻ്റെ വൈകല്യം മേശവിരിയുടെ അടിയിൽ മറഞ്ഞിരുന്നു. അതുപോലെ നമുക്കും ഇന്നും ബലഹീനതകളും പരാജയങ്ങളും പോരാട്ടങ്ങളുമുണ്ട്. എന്നാൽ ദൈവം നമ്മെ ക്രിസ്തുവിലൂടെ നോക്കുമ്പോൾ അവൻ സ്വീകരിക്കപ്പെട്ട പുത്രന്മാരെയും പുത്രിമാരെയുമാണ് കാണുന്നത്. നമ്മുടെ വ്യക്തിത്വം ഇനി നമ്മുടെ തകർച്ചയാൽ നിർവചിക്കപ്പെടുന്നില്ല, ദൈവത്തിൻ്റെ കൃപയാലാണത്. അഞ്ചാമതായി, നീതിയും ന്യായവും നിറഞ്ഞ ഒരു രാജ്യം പണിയുക എന്നുള്ള പാഠം നമുക്ക് ഈ അധ്യായങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. ദാവീദ് നീതിയോടും ന്യായത്തോടും കൂടെ ഭരിച്ചു. നാം ഒരു കുടുംബത്തെയോ സഭയെയോ ജോലിസ്ഥലത്തെയോ ശുശ്രൂഷയോ നയിക്കുമ്പോൾ നമ്മുടെ നേതൃത്വത്തിലൂടെ മറ്റുള്ളവർ സത്യസന്ധതയും നീതിയും വിശ്വസ്തതയും അനുഭവിക്കണം. വിജയത്തെക്കാൾ സ്വഭാവത്തിനാണ് ദൈവം കൂടുതൽ വില കൽപ്പിക്കുന്നത്. ഇന്നത്തെ വായന നമ്മെ രണ്ട് മനോഹരമായ സത്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്നാമത്, ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് വിജയം നൽകുന്നത് ദൈവമാണ്. രണ്ടാമത്, ദൈവം നൽകുന്ന വിജയങ്ങൾ മറ്റുള്ളവരോടുള്ള കൃപയിലേക്കാണ് നമ്മെ നയിക്കേണ്ടത്. ദാവീദ് രാജ്യങ്ങളെ കീഴടക്കിയെങ്കിലും മറക്കപ്പെട്ട ഒരു മനുഷ്യനെ പുനഃസ്ഥാപിക്കാനും മറന്നില്ല. യേശുക്രിസ്തു പാപത്തെയും മരണത്തെയും ജയിച്ചിരിക്കുന്നു. ഇന്നും അവിടുന്ന് തകർന്ന ജീവിതങ്ങളുള്ള മനുഷ്യരെ തൻ്റെ മേശയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വിജയങ്ങളിൽ ഒരിക്കലും നാം പ്രശംസിക്കാതിരിക്കട്ടെ. സ്വന്തം ലോദബാറിൽ ജീവിക്കുന്നവരെ ഒരിക്കലും നാം മറക്കാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തിയാൽ വിജയിക്കുന്നവരും ദൈവത്തിൻ്റെ കൃപ മറ്റുള്ളവർക്ക് പകരുന്നവരുമായി തീരാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനുള്ളത്, ദൈവം എനിക്ക് വിജയവും അനുഗ്രഹവും നൽകുമ്പോൾ ഞാൻ കൂടുതൽ വിനയവും കരുണയും ഉള്ളവനാകുന്നുണ്ടോ, അതോ കൂടുതൽ അഹങ്കാരിയും സ്വയ കേന്ദ്രീകൃതനും ആകുന്നുണ്ടോ? രാജാവിൽ നിന്ന് അർഹിക്കാത്ത കൃപ ലഭിച്ച ഞാൻ ചുറ്റുമുള്ള മറക്കപ്പെട്ടവർക്കും വേദനിക്കുന്നവർക്കും അർഹതയില്ലാത്തവർക്കും അതേ കൃപ കാണിക്കുന്നുണ്ടോ? ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.